ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ശേഖരൻ പറയുക, യാമിനി പറഞ്ഞതാ സത്യം. രാജു വന്നിരിക്കുന്ന നമ്മുടെ ശത്രുവായിട്ടല്ല, മിത്രമായിട്ട് തന്നെയാ. അങ്കടത്തോടെ യാമിനി പറയുക, നമ്മുടെ മോളെ മറക്കാനോ വെറുക്കാനോ അവന് കഴിയില്ല ശേഖരേട്ട. അംബികയ്ക്കിതങ്ങാണ് സഹിക്കുവോ? അവൾ ഉടനെ കയറി പറയാ, എടി രാജുവിന്റെ വീട്ടുകാരും ഒക്കെ ദാണ്ട് ഇവളെ മറന്നു. ഒരു കാരണവശാലും രാജു ഇനി ഇവളെ സ്വീകരിക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവനെയും പ്രതീക്ഷിച്ച് നടന്ന് നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. പിന്നൊരു കാര്യം, ഇതാണ് നിന്റെ ഉദ്ദേശമെന്ന് അവരെങ്ങാണോ അറിഞ്ഞാൽ അവർ നമ്മളെ ഔട്ട് ഹൗസിൽ നിന്ന് വരെ അടിച്ചിറക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, നിന്റെ കഴുത്തേ കിടക്കുന്ന താലി അങ്ങ് പൊട്ടിച്ച് കളഞ്ഞേരെ. എടി മഹാഭാവി, നിനക്ക് നാണമില്ലേടി ഇങ്ങനൊക്കെ പറയാൻ? അംബിക അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഉടനെ ഹൃദയ, ഇത് ഞാൻ പൊട്ടിക്കില്ല, ഇതെന്റെ ഹൃദയം. അയ്യോ, അവിടെ ഒരു ഹൃദയം. അംബികയുടെ ദുരുദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് യാമിനി ചോദിക്കുന്നത്, നിങ്ങൾക്കെന്താ പ്രാന്താണോ? ഉടനെ ശേഖരൻ, നിനക്കറിയില്ലേ ഇവർക്ക് പണ്ടേ പ്രാന്താ. അലയ്ക്ക് വെളിവില്ലാത്ത അംബിക പറയാതിരിക്കുന്നതിന് അവൾ അങ്ങോട്ട് ചെന്ന് ഹൃതികയുടെ കഴുത്തേ കിടക്കുന്ന താലിയെ പിടിച്ച് വലിച്ചു പൊട്ടിക്കടിയത്. യാമിനിയും ഹൃതികയും ശേഖരനും എല്ലാം അവളെ പിടിക്കുന്നുണ്ട്. പക്ഷെ അവൾ പിടിപെടാതെ ഹൃതികയുടെ താലിയിൽ തന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. ശേഖരൻ പറയുന്നുണ്ട്, ഇവരിന്ന് എൻ്റെ കൈ കൊണ്ട് തന്നെ തീരും. പെണ്ണുമ്പിള്ളയെ വിടാനാ പറഞ്ഞത്, എന്നെ കൊണ്ട് കടുങ്കയൊന്നും ചെയ്യിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് ശേഖരനിട്ട് പിടിക്കുക. പക്ഷെ ഒരു രക്ഷയില്ല. ദാണ്ട പ്രതാപൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ? അംബിക പെട്ടെന്ന് ഹൃതികയുടെ കഴുത്തേ കിടന്ന താലിന്ന് പിടി അങ്ങ് വിട്ട്. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? എന്താ ഇവിടെ ബഹളമെന്നാ ചോദിച്ചത്? സർവ്വതും നശിച്ചു, പരസ്പരം മത്സരിച്ച് എല്ലാം കുളം തോണ്ടി, എല്ലാ അർത്ഥത്തിലും തകർന്നു. എന്നിട്ട് നിങ്ങൾക്കിതൊക്കെ ഒന്ന് നിർത്താറായില്ലേ? ഇത്രയൊക്കെ മനസ്സിലാക്കിയ പ്രതാപ, നിന്റെ പെങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരിയാണെന്ന് നിനക്ക് അറിയില്ലേ? അതോ മനസ്സിലാക്കിയിട്ട് നീ പൊട്ടൻ സമയമാണോ? ഉടനെ സത്യവതിയായ അംബിക, പ്രതാപ അതൊന്നുമല്ല, ഇവൾ ഇപ്പോഴും ആ താലി രഹസ്യമായിട്ട് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുക. ഒരിക്കലും തിരിച്ചു വരാത്ത രാജുവിന് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കാതെ ആ താലിമാല ഊരി വെക്കെന്ന് ഞാൻ അവളോട് പറയുമായിരുന്നു. ഉടനെ പ്രതാപം പറയാം, താലിമാല വലിച്ചു പൊട്ടിച്ച് കളയാത്തതേ അത് അവളുടെ മഹത്വ. ആ ബേഷ്, ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ പ്രതാപ ഇങ്ങനെ പറയാൻ. അതാണ് കുലീനയെ ഒരു സ്ത്രീയുടെ മഹത്വം. ഒരു കുലീനതയില്ല, ഒരു മഹത്വമില്ലാത്ത അംബികയ്ക്കാണ് കൊണ്ടത്. അംബിക അങ്ങനാണല്ലോ ജീവിച്ചത്. പ്രതാപൻ വീണ്ടും പറയും, അങ്ങനെ വലിച്ചു പൊട്ടിച്ച് കളയാവുന്ന ഒന്നല്ലല്ലോ താലി. അത് ഹൃദയത്തോടെ ചേർന്ന് കിടക്കുമ്പോഴാ ഒരു സ്ത്രീ ധന്യയാകുന്നത്. നല്ല വിവരവും ബോധം ഉണ്ടല്ലോ പ്രതാപ നിനക്ക്. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു ചിട്ടയുണ്ട്. സാവധാനം ഞാൻ എല്ലാം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം. അതായത് അംബിക പുറത്തിറക്കുന്നതാണോ പ്രതാപ തീരുമാനം? എങ്കിലത് താമസിക്കാതെ ഉടനെ തന്നെ അങ്ങ് ചെയ്യ്. എങ്ങനെയെങ്കിലും ആ കുടുംബത്തിലൊരു വിഷം കലക്കാതെ അവൾക്ക് പറ്റില്ലല്ലോ. അംബിക ഉടനെ, പ്രതാപ നീ അവിടെ നിന്ന് നിന്നേ, നമ്മുടെ വീട് വാങ്ങിച്ച ആ പയ്യന്റെ കല്യാണം ഉറപ്പിച്ചു. പ്രതാപൻ ഉടനെ പറയാം, അവരെ ഒന്ന് കാണാനോ ഒരു നന്ദി പറയാനോ ഇതുവരെ പറ്റിയിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രത്യുപകാരം അവർക്ക് വേണ്ടി ചെയ്യണം. ഈ ഔട്ട് ഹൗസിൽ താമസിക്കാൻ ഒരു അവസരം തന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങ് പോവുക. ഇപ്പോഴും പ്രതാപൻ അറിഞ്ഞിട്ടില്ലല്ലോ രാജുവാണത് വാങ്ങിച്ചതെന്ന്. ഒന്ന് കുളം കലക്കി മീൻ പിടിക്കാൻ നോക്കിയതായിരുന്നു അംബിക, ഏറ്റില്ല. എന്നിട്ടും അംബികയ്ക്ക് അടക്കമില്ല. ആ വീട് വാങ്ങിച്ചത് ഇവന്റെ മാനസപുത്രൻ രാജുവാണെന്ന് എങ്ങനെങ്കിലും ഇവനൊന്ന് തിരിച്ചറിയട്ടെ. അങ്ങനെ അവന് ഷോക്കാകണം. എനിക്കത് കാണുകയും ചെയ്യാം. ഇങ്ങനെ ഓർത്തവളിങ്ങനെ പുഞ്ചിരിക്കുക. അതോടെ ഈ താലിയുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമാകും. എൻ്റെ ഹൃതികെ, ശേഖര, ഇവക്കൊരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അവിടെ പട്ടിണി കിട്ടൂടെ നിങ്ങൾക്ക്? കഷ്ടപ്പെട്ട് നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവന്ന പണം കൊണ്ട് ആഹാരം കഴിക്കുമ്പോഴേ അവിടെ എല്ലിൻ്റെ ഇടയിലോട്ട് കയറി കുത്തലുണ്ടാക്കുന്നുണ്ട്. എല്ലാവരെയും നോക്കി കരുതിക്കൂട്ടി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ആ അംബിക രാക്ഷസി അകത്തോട്ട് കയറിപ്പോവാ. ശേഖരൻ പറയാ, എല്ലാം ഒന്ന് കഴിയുന്നത് വരെ രാജുവാണ് ആ വീട് വാങ്ങിച്ചതെന്ന് ചേട്ടൻ അറിയാതിരുന്നാൽ മതി. എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുന്ന ഹൃതിയോട് യാമിനി പറയാ, എൻ്റെ മോള് സമാധാനിക്ക്, ദൈവം മോക്കെതിരായിട്ട് ഒന്നും നടത്തില്ല. ഇത്രയധികം ദ്രോഹം ചെയ്തിട്ടും ഈ അംബികയ്ക്ക് ഒരടക്കമില്ല. അവൾ മാറി നിന്നുകൊണ്ട് പറയുന്നു, മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിപ്പിക്കണം. പ്രയോഗിക്കാൻ പറ്റാതെ പോയ ബുദ്ധികളൊക്കെ പൊടി തട്ടി ഇനി പുറത്തെടുക്കണം. എടുക്കടി നീ, നിന്റെ അവസാനമായി കഴിഞ്ഞു. ഈ നാശം പിടിച്ചവൻ വിളിച്ചിട്ടെന്താ വരാത്തത്? ദീപക്കനെ നോക്കി നിൽക്കുക. അവനോടെ പെണ്ണുമ്പിളയുടെ ദാസിപ്പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ വരാൻ. അപ്പോഴേക്കും എങ്ങോട്ട് അംബിക സുധൻ എത്തിക്കഴിഞ്ഞു. എന്താ അമ്മേ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എടാ, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. നമ്മുടെ ഭാവനകൾക്കൊക്കെ അപ്പുറത്താ. എൻ്റെ അമ്മ ഡീറ്റെയിൽ ആയിട്ട് എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞേ. എടാ, ആ രാജു ആകാശം മുട്ടയങ്ങ് വളരുക. കോടാനുകോടികളുടെ അധീപനാവനിപ്പോ. ഈ രാജുവേ ഇപ്പോഴെന്തും ചെയ്യാൻ കഴിവുള്ള കേന്ദ്രമന്ത്രിയുടെ മകളെയാ വിവാഹം കഴിക്കാൻ പോകുന്നത്. അയ്യോ, ഞെട്ടുകയൊന്നും വേണ്ട നീ, ബാക്കി കൂടെ കേക്ക്.
എന്നിട്ട് അവരവിടെ വന്നതും പെണ്ണാലോചിച്ചതും ഒക്കെ ദീപക്കിനോട് പറയാം, എടാ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഉടനെ ചെയ്യണം. എൻ്റെ ഭാര്യ നന്ദന വീട്ടിലുണ്ടോ? അവള് പുറത്തെവിടെയോ പോയിരിക്കുക. അത് ഇവനെങ്ങനെ അറിയാനേ? ഇവൻ്റെ കൺട്രോളിലാണോ അവള് നിൽക്കുന്നത്? ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, അവളെ കൊണ്ട് ഇതൊക്കെ പറ്റും. ഇത്രയൊക്കെ അവള് ദ്രോഹം ചെയ്തിട്ട് ഇവക്ക് ഇപ്പോഴും അവളോടുള്ള സ്നേഹം കണ്ടോ? കൂടപ്പറപ്പിനോടും അതിൻ്റെ മകളോടും എന്തെങ്കിലും ആത്മാർത്ഥത ഇവക്കുണ്ടോ? അവളൊരു പെൺപുലിയ. അതെ, നിന്റെ കയ്യിലെ സ്വത്തുക്കളൊക്കെ അവിടെ അടിച്ചെടുത്തു. നിന്നെ അവിടെ കൂടെ താമസിപ്പിക്കാൻ പോലും കൊണ്ടുപോയില്ല. നാണം കെടുത്തിയിട്ട് നാണവില്ലേടി നിനക്ക്. ദീപക്ക് മനസ്സിൽ പറയാം, എൻ്റെ ദൈവമേ, നന്ദനെ കൊടുക്കാനുള്ള പരിപാടി വല്ലതും ആണോ അമ്മ? അംബിക നന്ദനെ വിളിക്കാൻ ശ്രമിക്കുമ്പോഴും അവിടെ മനസ്സിൽ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നന്ദനയിൽ കൂടി ആ സ്വത്തുക്കളെല്ലാം എൻ്റെ കയ്യിൽ വരണം. അല്ലാതെ ഈ അംബിക അടങ്ങില്ല. നീ ഇനി അടങ്ങിയാലെന്തോ, അടങ്ങിയില്ലെങ്കിൽ എന്തുവാ? ഓ, കള്ളിയങ്കാട്ട് നീലി അമ്മായിയമ്മ വിളിക്കുന്നുണ്ടല്ലോ. എന്താ മോളെ? ഞാൻ നിന്റെ മദർലോയാ വിളിക്കുന്നേ. അതൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ മോളെ. കഴിഞ്ഞതൊന്നും മോള് മനസ്സിൽ വെക്കില്ലേ. മൂക്കൂടെ ഭീഷണിയാകാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് ഭീഷണിയോ? നിങ്ങൾ എന്തോന്നാ ഈ പറയുന്നത് മോളെ? ഈ രാജുവേ നമുക്ക് പിടിക്കാൻ പറ്റാത്ത ഉയരത്തിലാ. അവൻ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുക. അവൻ കേന്ദ്രമന്ത്രിയുടെ മകളെ കല്യാണം കഴിക്കാൻ പോവാ. അവനെ അങ്ങനെ വളരാൻ വിട്ടാലേ നന്ദന പിള്ളയുടെ ഇനി ഏതെങ്കിലും പിള്ളയുടെ 8 വീട്ടി പിള്ളയുടെ ഒക്കെ കാര്യം സ്വാഹയാകുവേ. അതുകൊണ്ട് ആ കല്യാണവും മുടക്കണം, ഋതികയുടെ കഴുത്തിലെ താലിയും പൊട്ടിക്കണം. മോൾ എന്തു പറയുന്നു? ഞാൻ ആലോചിക്കാം എന്നും പറഞ്ഞ് അവൾ ഫോണും കട്ട് ചെയ്തു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ കയറി എന്നതാ നിന്റെ അമ്മയുടെ ബുദ്ധി. മനസ്സിലായോ മോനെ? എല്ലാം തകർന്ന് നടുറോഡിലെത്തിയിട്ടും അവളുടെ അഹങ്കാരം കുറയുന്നുണ്ടോ? പണത്തിനോടും സ്വത്തിനോടുമുള്ള ആഗ്രഹം കുറയുന്നുണ്ടോ? ഇവളെ ഏത് ഗണത്തിൽ ഉൾപ്പെടുത്തണം? രാജുവിനും ഋതികയ്ക്കും സ്വപ്നം കാണലോടെ സ്വപ്നം കാണൽ. രാജുവാണെങ്കിൽ ഋതികയെ ഒത്ത് ജീവിച്ചതൊക്കെ, ഋതികയാണെങ്കിൽ രാജു ഒത്ത് ജീവിച്ചതൊക്കെ, ഇതൊക്കെ പരസ്പരം ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുക. ഋതികയ്ക്കൊരു സംശയം, രാജുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്നോട് സ്നേഹമുണ്ടോ? അതറിയാൻ എന്താ ഒരു വഴി? രാജു വിചാരിക്കുന്നു, ഋതുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് സ്ഥാനമുണ്ടോ? അതറിയാൻ എന്താ ഒരു വഴി? രണ്ടുപേരും ഇങ്ങനെ വഴി അന്വേഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു 2 അടിച്ചോ, ഒരു 2 ചുവട്ടടി അങ്ങോട്ട് നടന്ന് നേരെ വീട്ടിലോട്ട് ചെല്ലടാ രാജു. അപ്പോൾ ഋതിയോട് നേരിട്ടങ്ങ് ചോദിര്. രാജുവിൻ്റെ മനസ്സിൽ ഞാനുണ്ടെങ്കിൽ, രാജുവിൻ്റെ മനസ്സിൽ എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി രാജു ടെറസിൻ്റെ മുകളിൽ വന്ന് നിൽക്കും. ദാണ്ട മുകളിൽ നിൽക്കുന്ന നീ അങ്ങോട്ട് പോയി നോക്കടി ഋതിയെ. ഋതികയ്ക്ക് എന്നോട് വെറുപ്പില്ലെങ്കിൽ, അവളുടെ മനസ്സിൽ എന്നോട് അല്പമെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ ഋതിക ഇന്ന് രാത്രി ഔട്ട് ഹൗസിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കും. നിങ്ങൾ രണ്ടുപേരും അവിടെ ഇവിടെയും വന്ന് നോക്കി ഇങ്ങനെ നിൽക്കും. രണ്ടുപേരും ഒന്നും തുറന്നു പറയരുത്. രാജു ഔട്ട് ഹൗസിൻ്റെ മുറ്റത്തോട്ട് നോക്കി നിൽക്കുക. ഇങ്ങനൊരു പരീക്ഷണം വേണ്ടായിരുന്നു. ഋതിക ഇപ്പോൾ ഉറങ്ങിക്കാണും. അല്ലെങ്കിൽ തന്നെ ഞാൻ ചിന്തിക്കുന്ന കാര്യം അവളെ എങ്ങനെ അറിയാന്? എന്നോട് കുറച്ചെങ്കിലും സ്നേഹം അവൾക്കുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മനസ്സ് വായിക്കാൻ അവൾക്ക് അറിയാമായിരുന്നെങ്കിൽ അവൾ ആ മുറ്റത്തോട്ട് ഇപ്പോൾ വരുമായിരുന്നു. ഇല്ല, ഋതിക വരില്ല. അവൾ എന്നെ അത്രമാത്രം വെറുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് രാജു അത്രയും നേരം നോക്കിയിട്ട് അവനകത്തോട്ട് കയറി അങ്ങ് പോയി. ഇപ്പം തൻ്റെ ഋതിക പതുക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവൾ അങ്ങനെ മുറ്റത്തിറങ്ങി നിന്ന് തൻ്റെ രാജുവിൻ്റെ ടെറസിൻ്റെ മുകളിലോട്ട് നോക്കുക. അവിടെ രാജുവും ഇല്ല, ഒരു പൊടിയുമില്ല. ദൈവമേ, അപ്പോൾ രാജുവിന് എന്നോട് ഇഷ്ടമില്ല, രാജുവിന് എന്നോട് വെറുപ്പായിരിക്കും. കുറച്ച് മുമ്പേ നിനക്ക് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ വയ്യായിരുന്നോടി. മുമ്പ് എത്രയോ തവണ നമ്മൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചിരുന്നല്ലോ. സമയം കളയാൻ ആര് പറഞ്ഞു? അന്ന് നമ്മൾ പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ രാജു എന്നെ വെറുക്കുന്നുണ്ടാവും എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അങ്ങനെ അകത്തോട്ട് പോകാനായിട്ട് നോക്കുമ്പോൾ ഋതിക താണ്ട രാജുവിനെ കാണുന്നു. രാജു അതിശയത്തോടെ ഋതികയെ തന്നെ നോക്കുക. ഋതിക തനിയെ മുറ്റത്ത് നിൽക്കുന്ന കണ്ടിട്ടാകണം പ്രതാപൻ അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് രാജു അങ്ങ് പോയി. മോൾ എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്നുമില്ലച്ച. പ്രതാപനപ്പം അവൻ്റെ വീട്ടിലോട്ടിങ്ങനെ നോക്കിയിട്ട്, ആ വീട് നഷ്ടപ്പെട്ടതിൽ മോക്ക് വിഷമമുണ്ടോ? പക്ഷേ കാര്യം തുറന്ന് പറയാൻ ഋതികയ്ക്ക് പറ്റില്ലല്ലോ. മനസ്സിൽ പറയുന്നു, വീട് നഷ്ടപ്പെട്ടതിനേക്കാളും വലിയൊരു നഷ്ടം എനിക്കുണ്ടായച്ച. എൻ്റെ ഏറ്റവും വലിയ നഷ്ടം എൻ്റെ രാജുവാണച്ച. സാരമില്ല മോളെല്ലാം മറന്നുകള. സമയം ഒരുപാടായി. മോള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. പ്രതാപൻ വിചാരിച്ചിരിക്കുന്ന നഷ്ടപ്പെട്ടു പോയ വീടിനെ ഓർത്ത് ഋതിക സങ്കടപ്പെടുവാണെന്ന്. അങ്ങനെ പ്രതാപൻ ഋതികയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക. നമ്മുടെ ശ്രീലക്ഷ്മി മനസ്സിൽ പറയുന്നുണ്ട്, രാജുവേട്ടനെയും ഋതികയും പരസ്പരം കാണാനും സംസാരിപ്പിക്കാനും എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ഇവിടെ വെച്ചത് നടക്കുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും അത് കാണും. കണ്ടാലത് തടസ്സപ്പെടുത്തുകയും വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. എന്താ അതിനൊരു വഴി? ഒരു വഴിയുണ്ട്. അമ്പലത്തിൽ വെച്ച് അവരെ മീറ്റ് ചെയ്യിക്കാം. ശ്രീലക്ഷ്മി ആ വിവരം ഋതികയ്ക്ക് മെസ്സേജ് ഇട്ട് ഋതിക അത് കണ്ട് ഭയങ്കര സന്തോഷപ്പെടുന്നുണ്ട്.
നമ്മുടെ യാമിനി പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയമ്മേ, പാൽപ്പായസം റെഡിയായോ? ആ ശരിയായി മോൾ, ഇനി ഒരു പാത്രത്തിലോട്ടാക്കിയാൽ മാത്രം മതി. ഋതിക ഒരു പാത്രമെടുത്ത് വളരെ സന്തോഷത്തോടെ ആ പായസം ഇങ്ങനെ ഒഴിക്കുക. രാജുവിന് പാൽപ്പായസം വലിയ ഇഷ്ടമാ ചെറിയമ്മേ. രാജുവിനെ കാണാനുള്ള സന്തോഷത്തിലാണല്ലോ. ഈ ചെറിയമ്മയ്ക്കറിയാം മനസ്സുടങ്ങും അല്ലെന്ന്. ഒന്ന് പോ ചെറിയമ്മേ, എനിക്ക് രാജുവിനെ കാണാനുള്ള ആകെ ഒരു സപ്പോർട്ട് ശ്രീലക്ഷ്മി മാത്രമാ. അവള് നല്ല കുട്ടിയാ മോളെ, മനുഷ്യത്വമുണ്ട്. ആ പ്രിയെ പോലെയല്ല. മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ. മോൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. മോള് രാജുവിനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ചെറിയമ്മയുടെ വാക്ക് പൊന്നായിരിക്കട്ടെ എന്നും പറഞ്ഞ സന്തോഷത്തോടെ ഋതിക ആ പാൽപ്പായസമൊക്കെ ആയിട്ട് പോവുകയാണ്. ഋതിക പെട്ടെന്ന് ശ്രീലക്ഷ്മിയെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ റെഡിയായി. ആ ഋതികയെ, ഒരു കുഴപ്പമുണ്ട്. അമ്പലത്തിൽ അമ്മയും വരുന്നുണ്ടെന്ന്. ഒരു കാരണവശാലും നീ അമ്മയുടെ കൺമുന്നിലെങ്ങും വന്ന് പെടല്ലേ. അങ്ങനെ എങ്ങാനും ഉണ്ടായാൽ അമ്മ രാജുവേട്ടനെ കാണാനോ സംസാരിക്കാനോ ഒന്നും സമ്മതിപ്പിക്കില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം ശ്രീ. രാധമ്മയ്ക്ക് എന്നോട് അത്രയ്ക്ക് ദേഷ്യമാണെന്ന് എനിക്കറിയാം. നമ്മുടെ വേണുവേട്ടൻ നാണ്ട ശ്രീലക്ഷ്മിയുടെ അടുത്തോട്ട് വന്ന് ടെറസിൽ നിന്നിട്ട്, എന്താണ് ഇവിടെ നിൽക്കുന്നേ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? കയറിപ്പോടി അങ്ങോട്ട്. അത് വേണുവേട്ടൻ്റെ ഒരു ട്രിക്സാണ്. ശ്രീലക്ഷ്മി പോയിട്ട് വേണം പ്രതാപനോ ഋതികയോ ആരെങ്കിലും അവിടെ ഉണ്ടോയെന്നൊന്ന് നോക്കാൻ വേണ്ടിയാണ്. പ്രതാപൻ ഋതികയെ തന്നെ നോക്കുക. എന്നിട്ട് അടുത്ത് വന്നിട്ട്, മോൾ എന്താ ഇവിടെ നിൽക്കുന്നേ? അച്ഛൻ പറഞ്ഞില്ലേ പുതിയ താമസക്കാർക്ക് സ്വീറ്റ്സ് കൊടുക്കണമെന്ന്. ആ, അതെന്തായാലും നന്നായി മോളെ. എങ്കിൽ മോളോടൊപ്പം ഞാനും വരാം. അവരെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. പണി പാളി. ഇത്രയും അടുത്ത് താമസിച്ചിട്ടും ഒന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ അത് മോശമല്ലേ മോളെ? എന്ത് പറയും, എങ്ങനെ പറയും? അച്ഛാ, ഈ പായസമേ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കാനുള്ളതാ. അവർക്ക് കൊടുക്കാനുള്ള ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. പ്രസാദം ദൈവത്തിന് കൊടുത്തതിന് ശേഷമല്ലേ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റൂ. അത് മോള് പറഞ്ഞ് ശരിയാ. ആദ്യം ദൈവത്തിന്, അതിന് ശേഷം വേണം മറ്റുള്ളവർക്ക്. ക്ഷേത്രത്തിൽ പോകാൻ അച്ഛനും കൂടി വരാവോ? എനിക്കൊരു കൂട്ടാകുമല്ലോ. അതിനെന്താ മോളെ, ഞാനിപ്പോൾ റെഡിയായി വരാമല്ലോ. രാജു ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീലക്ഷ്മി വന്നിട്ട് പറയുന്നു, ഒരു കസവും നേരിയവും കൂടെ എടുത്തോ ഏട്ടാ. അതെന്തിനാ? ചേട്ടൻ അമ്പലത്തിൽ പോവുമല്ലേ? അമ്പലത്തിൽ പോകുന്നതിന് കസവ് നേരിയത് എന്താ നിർബന്ധമാണോ? അതുകൊണ്ടല്ലേ ഏട്ടാ. ശ്രീകോവിലിനകത്ത് കയറി വലം വെച്ച് പ്രാർത്ഥിക്കണമെങ്കിലേ അകത്ത് കയറണം. അകത്ത് കയറണമെങ്കിൽ ഷർട്ട് ഊരണം. അപ്പോഴൊന്ന് പുതയ്ക്കാൻ വേണ്ടിയാ കസവ് നേരിയത്. അത് പിന്നെ ഒരു ഐശ്വര്യം കൂടിയാ. ഞാൻ ശ്രീയോടൊരു കാര്യം ചോദിക്കണമെന്ന് ഞാനിവിടെ വന്നപ്പം മുതൽ വിചാരിക്കുക. എന്താ ഏട്ടാ? നമ്മൾ ഈ നാട് വിട്ടു പോയതിനു ശേഷം ഹരീഷ് നിന്നെ വിളിക്കുകയോ നിങ്ങൾ തമ്മിൽ കാണുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല ഏട്ടാ. ഹരീഷ് എന്നെ വിളിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പിന്നെ ഞാനെന്തിനു വിളിക്കണം? അല്ല ശ്രീ, അവൻ വേറെ കല്യാണം കഴിക്കാൻ മറ്റോ ചെയ്തോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവിടെയുള്ള സാവിത്രി ചേച്ചി എന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. അവരങ്ങനെ അവിടുത്തെ വിവരങ്ങളൊക്കെ പറയാറുണ്ട്. രാജു ചോദിക്കുക, നീ അവനെക്കുറിച്ച് ഓർക്കാറില്ലേ? ഞാൻ ഓർക്കാറുണ്ട് ചേട്ടാ. ഞാൻ സ്നേഹിച്ച പുരുഷനല്ലേ. ശ്രീക്ക് അവനോട് വെറുപ്പൊന്നുമില്ലല്ലോ. എനിക്ക് വെറുപ്പൊന്നുമില്ല ചേട്ടാ. പക്ഷേ ഭാര്യയെ വിശ്വസിക്കാതെ അമ്മ പറയുന്ന മാത്രം കേൾക്കുന്ന ഒരാളെ ഞാൻ എന്തിനാ ഏട്ടാ ഓർത്തിരിക്കണ്ടേ? ഒരു ഭാര്യയ്ക്ക് വേണ്ടത് തന്നെ വിശ്വസിക്കുന്ന ഒരു ഭർത്താവിനെയാണ്. അയാളുടെ ഉറപ്പുള്ള വാക്കുകളാണ് അവളുടെ കരുത്ത്. അവനങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ല ശ്രീ. അവൻ്റെ അമ്മ പലതും പറഞ്ഞ് അവനെ അങ്ങ് വിശ്വസിപ്പിച്ചു. നീ അവനോടൊന്ന് ക്ഷമിക്കാൻ നോക്കുമോളെ. എന്തായാലും നിനക്ക് പിറക്കാതെ പോയ കുഞ്ഞിൻ്റെ അച്ഛനാണവൻ. ഞാൻ പോകുന്നതിന് മുമ്പ് അവനെ കാണാം. ഞാൻ അവനെ കണ്ട് സംസാരിക്കാം. നീയും അവനും തമ്മിലുള്ള ഈ പ്രശ്നമെല്ലാം ഞാൻ പോകുന്നതിന് മുമ്പ് പരിഹരിക്കാം. ഇന്ന് നമ്മൾ ആരും അവരുടെ മുന്നിൽ ദരിദ്രവാസികളല്ല. നീ ഒരു ഇൻകം ടാക്സ് ഓഫീസറാ. അവനും ആഗ്രഹിക്കുന്നുണ്ടാവും നിന്നോടൊപ്പം ജീവിക്കാൻ. അല്ലേ ഏട്ടാ? എത്രയ്ക്കായാലും ആ രുക്മിണി എന്ന പറയുന്ന സ്ത്രീ മാറില്ല. ഇപ്പോഴാണെങ്കിൽ അവർക്ക് നമ്മളോടുള്ള വികാരമേ അസൂയായിരിക്കും. എൻ്റെ ശ്രീ ഹരീഷിന് ഇപ്പം ശരിക്കും അവരെ മനസ്സിലായിട്ടുണ്ടാകും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നീ വാ ഏട്ടാ. ഒരു കാര്യം, ക്ഷേത്രത്തിൽ ഋതികയെങ്ങാനും വന്നാലോ? അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഇല്ലാതില്ലേ ഏട്ടാ. എങ്കിൽ വാ. വാതിക്കൽ നമ്മുടെ വേണുവേട്ടൻ ആർക്കോ ഫോൺ ചെയ്തോണ്ടിരിക്കുക. ഋതിക പാത്തും പതുങ്ങി നിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. വേണുവേട്ടൻ്റെ ശ്രദ്ധ പിടിക്കാനായി ഋതിക ഓരോന്നും കാണിക്കുന്നു. അങ്കിൾ അങ്കിൾ എന്നൊക്കെ വിളിക്കുന്നു. ലാസ്റ്റ് കണ്ട നമ്മുടെ വേണുവേട്ടൻ കേട്ട്, ആ മോളെ. ഋതികയെ കണ്ട സന്തോഷത്തിൽ ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് വേണുവേട്ടൻ ഓടുവാണ് ഋതികയുടെ അടുത്തോട്ട്. അയ്യോ എൻ്റെ ഋതുമോളെ, എന്താ മോളെ? രാധമ്മയും പ്രിയങ്ങണം മോളെ കണ്ടാൽ ഇവിടെ വലിയ കലാപം ഉണ്ടാക്കും. എൻ്റെ മോളെ അകത്തോട്ട് വിളിക്കാൻ പറ്റിയ കണ്ടീഷനല്ല. എന്താ മോളെ? ഋതിക കരഞ്ഞോണ്ട് പറയാം, അതൊക്കെ എനിക്ക് അറിയാങ്ങളെ. അതൊക്കെ ഞാനല്ലേ വരുത്തി വെച്ചത്. മോളെ, മോളല്ല കാരണക്കാരി. അംബികയും മോനും മരുമോളുവാ. അവരൊരിക്കൽ കെണിയാണ് മോളെ അത്. അപ്പോൾ ഫ്രണ്ട്സ്, വേണുവേട്ടന് നന്നായിട്ട് അറിയാൻ ഋതികയായിട്ടുണ്ടായ പ്രശ്നങ്ങളല്ല അതൊന്നുമെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ? രാധമ്മയ്ക്കോ പ്രിയയ്ക്കോ അത് മനസ്സിലാകില്ലല്ലോ. രാജുവിനും ശ്രീലക്ഷ്മിക്കും അറിയാം. പക്ഷെ ഇവർക്ക് ആർക്കും അവിടെ വോയിസ് ഇല്ല സംസാരിക്കാൻ. ഋതിക രാജുവിന് വേണ്ടി കൊണ്ടുവന്ന പാൽപ്പായസം വേണുവേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് രാജുവിന് കൊടുക്കുമായിരിക്കും. രാജു അത് കുടിക്കുകയും ചെയ്യും. അതിനുശേഷം രാധമ്മയെ അതങ്ങനെ കണ്ടുപിടിച്ച് എന്തായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാൻ നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.